വെൽക്കം ബാക്ക്. മഴക്കാലം ഇങ്ങെത്തിയിട്ടേയുള്ളൂ, മഴ പെയ്തു തുടങ്ങിയതേയുള്ളൂ. പക്ഷേ നാടും നഗരവും ഒരുപോലെ മഴക്കെടുതിയിലായി. ഓടകൾ നിറഞ്ഞു കവിഞ്ഞു. കളമശ്ശേരിയിൽ ഒരു ദിവസത്തെ മേഘവിസ്ഫോടനത്തിൽ മാത്രം പലയിടത്തും വലിയ വെള്ളക്കെട്ടുകൾ. മഴക്കെടുതിയുടെ ദുരനുഭവങ്ങൾ ചെറുതല്ല. ഒരു മഴയിൽ ഇങ്ങനെയാണെങ്കിൽ പെരുമഴക്കാലത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? മഴക്കാലത്തെ നേരിടാൻ നാം സജ്ജമാണ്. വെള്ളം ഇറങ്ങിയപ്പോൾ ഒരു മാർഗ്ഗമില്ല. എല്ലാ വീട്ടിലും അവസ്ഥ തന്നെ. 1-2 ദിവസം മഴ പെയ്യുമ്പോഴത്തെ എല്ലാ വീടിനെയും അടുക്കളയിലും മുറ്റത്തും എല്ലാം വെള്ളം കയറുന്ന അവസ്ഥ. ഒരു UDF 2 LDF പരിച്ചപ്പോൾ കൊടുത്തതാ. അവരൊന്ന് നോക്കി ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. അത് കണക്ക് ഈ പുരയിടത്തിൻ്റെ പറ്റിയിട്ട് എല്ലാം കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. ഈ മഴ വരുമ്പോൾ വന്ന് എത്തി നോക്കിയിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഈ പരിസരത്ത് അവർ കയറത്തില്ല. കുറേ കുളവാഴയും അത് ഇതൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അല്ലാതെ വേറെ രക്ഷയില്ല. അവിടെ തെളിച്ച് കഴിഞ്ഞാൽ വെള്ളം എല്ലാം പോകും. അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡിൽ ഓട ഇടണം. ഒരു രോഗിയുള്ളൊരു വീടാണ്. ഇവരൊക്കെ നാളെ കീമോയ്ക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ ഈ വെള്ളക്കെട്ട് കാരണമാണ് ഇത് പോകാതെ നിൽക്കുന്നത്. എൻ്റെ ഉമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് അകത്ത് കിടക്കുകയാണ്. ഇന്ന് കീമോയ്ക്ക് കൊണ്ടുപോകാൻ പോലും പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ എത്ര ദിവസം കൂടി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന വണ്ടിയാണെങ്കിൽ വെള്ളത്തിൽ പോയി സ്റ്റാർട്ടാവുന്നില്ല. വണ്ടി പുറത്തിറക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് പോയിട്ടില്ല. 2-3 ദിവസമായി. മോന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഒന്നും ആകെ ബുദ്ധിമുട്ടില്ല നമ്മളിവിടെ. ആ പാലത്തിൻ്റെ ഗ്യാപ്പ് വേണ്ട. ഇത് ശരിക്കും വലിയൊരു ജംഗ്ഷനായിരുന്നു. വെള്ളം വന്ന് പോകാനുള്ള ജംഗ്ഷനായിരുന്നു. അതിപ്പോൾ വെള്ളം പോകാനായിട്ട് ഒരു മീറ്റർ പോലും വീതിയില്ലാത്ത ചെറിയൊരു ഓട പോലെ ആക്കി വെച്ചേക്കണത്. ചെറിയ മഴ മതി. ഒരു 2 ദിവസം കണ്ടിന്യൂസ് ഒരു 3 മണിക്കൂർ മഴ പെയ്ഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ചെയ്യണം. അതുപോലാണ്ട് കിടക്കുകയാണ് ഇവിടെ എൻ്റെ അമ്മായിയമ്മ. പക്ഷേ ആംബുലൻസ് വീട്ടിൽ വരത്തില്ല. എങ്ങനെ വരും? മാത്രമല്ല ഇവിടെ കെയർ ആൻഡ് ക്യൂറിൻ്റെ വണ്ടി 2-3 രോഗികളെ കാണാൻ വേണ്ടി ദിവസവും ഇഞ്ചക്ഷൻ എടുക്കാൻ എല്ലാത്തിനും പോകുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. പക്ഷേ ഒരു വണ്ടിയും വരുന്നില്ല. ഇന്നലെ രാത്രി മുതലുള്ള മഴയുടെ ആയിരുന്നു. അപ്പോൾ ഈ മഴയ്ക്ക് ഇത്രയും കൂടുതലും വെള്ളം ഇങ്ങനെ വന്നിട്ടില്ല. അതിശക്തമായ മഴയാണ്. ഒഴുകിപ്പോകാനുള്ള സംവിധാനമെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഓടയെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നമുക്കിപ്പം അതിഥികളായി ഡോക്ടർ ജയശ്രീ, കോഴിക്കോട് കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്. അഡ്വക്കേറ്റ് M. അനിൽകുമാർ, കൊച്ചി മേയർ നമുക്കൊപ്പമുണ്ട്. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തിൽ നിന്ന് തിരുമല അനിലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ S. അഭിഷേക് ക്യുസാറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ ഡോക്ടർ S. അഭിഷേകിലേക്ക് പോകുന്നു. ഡോക്ടർ S. അഭിഷേക്, ഇന്ന് കളമശ്ശേരിയിൽ നടന്നത് മേഘവിസ്ഫോടനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും തുടർച്ചയായി മേഘസ്ഫോടനങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? നാളെ മുതൽ എങ്ങനെയായിരിക്കും കാലാവസ്ഥ? കാലവർഷം വരുന്നതിന് മുൻപ് തന്നെ ഇത്രയും തീവ്രമായ മഴ പെയ്യുന്നുവെങ്കിൽ കാലവർഷത്തെ കൂടുതൽ കരുതിയിരിക്കേണ്ടതുണ്ടോ? ഇന്ന് കളമശ്ശേരി അല്ലെങ്കിൽ കൊച്ചി സിറ്റിയിൽ പ്രത്യേകിച്ചും ലഭിച്ചത് ഒരു മണിക്കൂർ കൊണ്ട് ഒരു 10 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയുടെ തോതാണ് ലഭിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് പൊതുവെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ലഘു മേഘവിസ്ഫോടനങ്ങളെന്നൊക്കെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞതെങ്കിലും കൊച്ചിയിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ലഭിച്ചത് ഒരു മേഘവിസ്ഫോടനത്തിന് തോതിലുള്ള മഴയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസാറ്റിൻ്റെ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുണ്ട്, AWS ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ. അവിടെ റെയിൻ ഗേജിൽ രേഖപ്പെടുത്തിയത് രാവിലെ 9:05 മുതൽ 10:05 വരെ 103 മില്ലിമീറ്റർ മഴയാണ്. ഏകദേശം 10 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലെ IMDയുടെ AWS സ്റ്റേഷനിലും ഏകദേശം 94.5 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ലഭിച്ചത് മേഘവിസ്ഫോടനത്തിൻ്റെ തോതിലുള്ള മഴ തന്നെ ആണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് മഴയുടെ അളവ് മാത്രമല്ല, കളമശ്ശേരിയിൽ 2018-ലും 19-ലും 20-ലും ഒന്നും വെള്ളം കയറാത്ത, എന്നാൽ വെള്ളപ്പൊക്ക സാധ്യത പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരു മീറ്റർ വരെ വെള്ളം പൊങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചുരുങ്ങിയ കാലയളവിൽ ലഭിച്ച അതിശക്തമായിട്ടുള്ള മഴയുടെ പാർട്ടായിട്ട് സംഭവിച്ചതാണ്. അതിനെ നമുക്ക് മേഘവിസ്ഫോടനം, ഇതുവരെ നമ്മൾ ലഘുമേഘവിസ്ഫോടനങ്ങളെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒരു മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴയാണ് ഇന്ന് പ്രത്യേകിച്ചും കൊച്ചിൻ സിറ്റിയും കളമശ്ശേരിയും കേന്ദ്രീകരിച്ച് നമുക്ക് ലഭിച്ചത്. ഇതിന് കാരണം എന്ന് പറയുന്നത് തമിഴ്നാട് തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം റെമൽ ചുഴലിക്കാറ്റ് ബംഗാളിൽ കടന്നിട്ട് അത് തീവ്രത കുറഞ്ഞ് ന്യൂനമർദ്ദമായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രഭാവത്തിൽ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് അല്ലെങ്കിൽ കടലിലുണ്ടായിരുന്ന മേഘങ്ങളെയും നീരാവിയെയും മറ്റും കരയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള കാറ്റിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു രാവിലെ മുതൽ.
അപ്പോൾ അതുകൊണ്ട് ആണ് പ്രത്യേകിച്ചും പ്രീ മൺസൂൺ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം കൂമ്പാര മേഘങ്ങളുടെ നിന്നുള്ള അതിശക്തമായിട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ ഇടിമിന്നലുമൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഇടിമിന്നൽ മേഘങ്ങൾ ഉണ്ടായാൽ അത് മേഘങ്ങൾ. ഡോക്ടർ അഭിഷേക്, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ അഭിലാഷ്, ഇത് വരാൻ പോകുന്ന കാലവർഷത്തിലും സമാനമായ മേഘസ്ഫോടനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? നമ്മൾ കഴിഞ്ഞ ഒരു 18 ശേഷം 19, 20, 21 കാലയളവിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം നമ്മൾ മേഘവിസ്ഫോടനം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും മേഘവിസ്ഫോടനം ഉണ്ടാകണമെന്നുള്ളതല്ല. പ്രത്യേകിച്ചും കാലവർഷ സമയത്ത് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കാലവർഷ സമയത്തും കണ്ടുവരുന്നത് ഞങ്ങളുടെ കുസാറ്റിൻ്റെ തന്നെ പല പഠനങ്ങളും ഈ 2019 ശേഷം വന്നിട്ടുള്ള പഠനങ്ങളും കാണുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വെളിയിലുള്ള അറബിക്കടലിൽ ഉണ്ടാകുന്ന മേഘരൂപീകരണം അത് പലപ്പോഴും കൂമ്പാര മേഘങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ 22-ാം തീയതി മഴ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട്. താങ്ക് യു അഭിലാഷ്. സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് നമുക്കൊപ്പം നമ്മുടെ ജനപ്രതിനിധികൾ കൂടിയുണ്ട്. ആദ്യം ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ഉള്ളത് തിരുമല അനിലാണ്. തിരുമല അനിൽ, തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ കോർപ്പറേഷൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളോ ഓട വൃത്തിയാക്കലോ ഒക്കെ ഒരു മാസം വൈകി നടത്തുന്നൊരവസ്ഥയുണ്ടാവുന്നു. കോർപ്പറേഷൻ്റെ മേയർക്ക് ഈ KSRTC ബസ് തടയാൻ കാണിക്കുന്ന ആ വീര്യവും ആ ആവേശവും ഒന്നും ഈ മഴവെള്ളം തടഞ്ഞു നിർത്തുന്നതിലോ ശുചീകരണം നടത്തുന്നതിലോ ഒന്നും കാണുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ? തിരുമലയാനിൽ ശ്രീ അരുൺ, കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് ഇടതടവില്ലാതെ തിരുവനന്തപുരം നഗരസഭ ഭരിച്ചത് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഈ 45 വർഷത്തിനിടയിൽ തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുവാനോ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനോ പറ്റാത്ത ഒരു പരാജയപ്പെട്ട ഭരണസമിതിയാണ് ഇപ്പോഴും തലസ്ഥാന നഗരസഭയ്ക്ക് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നോക്കൂ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം എപ്പോഴാണ് നടത്തേണ്ടത്? മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഏപ്രിൽ മാസം 15-ാം തീയതിക്ക് ശേഷമാണ്. അപ്പോൾ അവർ പറയുന്ന ന്യായം എന്താണ്? തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊന്നും സാധിച്ചില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപനം നടത്തണമെന്ന് അറിയാത്ത ഒരു ഭരണസമിതിയാണോ തലസ്ഥാന നഗരസഭ ഭരിക്കുന്നത്? ഏപ്രിൽ 15-ാം തീയതിക്ക് ശേഷം വളരെ വേഗത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ആഗ്രഹിച്ചവർ ഇറങ്ങിയ സമയത്താണ് വേനൽ മഴ കൊണ്ട് തലസ്ഥാന നഗരം ഒരു മണിക്കൂർ കൊണ്ട് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ വെള്ളക്കെട്ട് കൊണ്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. പകർച്ചവ്യാധികൾ കൊണ്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സമയമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ നമ്മൾ ക്ഷണിച്ചുവെങ്കിലും ഡെപ്യൂട്ടി മേയറെ ക്ഷണിച്ചുവെങ്കിലും ഈ ചർച്ചയിൽ ഇരിക്കാൻ പോലും അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി സമയബന്ധിതമായി നടത്തേണ്ടതാണെന്ന് അറിയാമായിരുന്നിട്ടും ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലൂടെ ഇറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ റോഡിൽ തന്നെ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ അതിനകത്ത് ഇടപെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തിരുമലയാനിൽ, അത് മനസ്സിലാവുന്നു. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ്. അനിൽ, ഞാനൊന്ന് കൊച്ചിയിലേക്ക് പോകും. കൊച്ചിയിൽ നിന്ന് അഡ്വക്കേറ്റ് എം അനിൽകുമാർ നമുക്കൊപ്പമുണ്ട്, കൊച്ചി മേയർ. എം അനിൽകുമാർ, ഇന്നിപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് കൊച്ചി വെള്ളക്കെട്ടായി മാറുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുന്നു. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ, ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഒരുപക്ഷെ കേസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ വെള്ളക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, പൂർവ്വകാല മഴക്കാല ശുചീകരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, കാര്യമായ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. കായലുകൾ മാലിന്യം നിറഞ്ഞു നിൽക്കുന്നു. ചിലവന്നൂർ കായലിൽ ഉൾപ്പെടെ മാലിന്യ നീക്കം പൂർണ്ണമായി നടക്കുന്നില്ല. 1528 കോടിയുടെ IURWTS കനാൽ സംയോജിത പദ്ധതി യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ക്ലീനിങ്ങും കനാലിന്റെ വീതികൂട്ടലും ഒക്കെ നടക്കുമായിരുന്നു. ഇതൊന്നും നടക്കുന്നില്ല. അനിൽകുമാർ, എന്തുകൊണ്ടായിരിക്കും? അരുൺ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എനിക്കൊരു മിനിറ്റ് തരണം. കാരണം നിങ്ങൾ ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ എനിക്ക് അതിനോട് മറുപടി പറയാൻ കഴിയണം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ഈ നരേറ്റീവ് എല്ലാ മാധ്യമങ്ങളുടെയും, ഞാൻ ഒരു മാധ്യമം മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും നരേറ്റീവ് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഒരു അഭിപ്രായം പറഞ്ഞില്ലേ, 150 മില്ലിമീറ്റർ മഴ കളമശ്ശേരിയിൽ കൊച്ചി നഗരത്തിന്റെ മുകളിൽ 1 മണിക്കൂർ കൊണ്ട് പെയ്യുമ്പോൾ അത് സാധാരണഗതിയിൽ കാലവർഷത്തിന് മുമ്പ് പെയ്യുന്ന ഒറ്റ മഴയിൽ വെള്ളം കെട്ടി എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഫാക്ച്വലി തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. 2, ഇത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, കാലവർഷത്തിന്റെ സമയത്തല്ല.
ഞാൻ അരുണിനെ ഓർമ്മപ്പെടുത്താം, 2021 ഇതുപോലെ തന്നെ ഒരു ലഘു മേഘ വിസ്ഫോടനം കൊച്ചി നഗരത്തിന്റെ മേൽ മാത്രമുണ്ടായി. അന്ന് കളമശ്ശേരിയിൽ പെയ്തില്ല, തൊട്ടടുത്ത് പെയ്തില്ല. അന്ന് സംഭവിച്ചത് കാലവർഷത്തിന് ശേഷം കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒരു മഴ പെയ്ത് നമുക്ക് വലിയ ഡാമേജ് ഉണ്ടായ ഒരു സന്ദർഭം 2021 കാലാവസ്ഥാ വ്യതിയാനം, ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ ഇതെല്ലാം വരുന്നുണ്ട്. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അരുൺ, നമ്മൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാതെ കൊച്ചിയെ പറ്റി സംസാരിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരം, കളത്തിപ്പറമ്പ് അല്ലെങ്കിൽ പനമ്പള്ളി നഗർ, ഇത്തരം സ്ഥലങ്ങൾ, അരുൺ, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. നോർത്ത് പാലത്തിന്റെ താഴെ എന്ന് ഞാൻ സ്കൂളിൽ പോകുന്ന കാലം മുതൽ തന്നെ വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥലം എപ്പോഴും വെള്ളക്കെട്ടിൽ തുടരണമെന്ന് ഉള്ളതല്ല. അതുകൊണ്ടാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ മുല്ലശ്ശേരി കനാലിന്റെ വർക്ക് പൂർത്തിയായാലല്ലാതെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ മാറില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ നിങ്ങൾ കൊച്ചി എന്ന് പറഞ്ഞു കൊടുക്കുന്ന വാർത്തകൾ മിക്കവാറും തൃക്കാക്കരയുടെ, കളമശ്ശേരിയുടെ ഒക്കെയാണ്. നിങ്ങൾക്ക് കൊച്ചി എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല മുഴുവൻ നിങ്ങൾക്ക് കൊച്ചിയാണ്. ആലുവയിൽ വെള്ളം പൊങ്ങുമ്പോഴും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത കൊച്ചി നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട്, കൊച്ചിയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ മനുഷ്യർ ഈ കനാൽ ക്ലീനിങ് നടക്കാത്തതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? കനാൽ ക്ലീനിങ് പൂർണ്ണമായി നടന്നിട്ടില്ലല്ലോ, അത് വസ്തുതയല്ലേ? ഞാൻ കനാൽ ക്ലീനിങ്ങിനെ പറ്റി അല്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അല്ല, നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാനൊരു വിമർശനം നിങ്ങളോട് പറഞ്ഞപ്പോ അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഈ മേയർമാര് ചർച്ചയ്ക്ക് വരാത്തത്. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കാനും ജനാധിപത്യത്തിന് സ്പേസ് ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട ഞാൻ പറഞ്ഞു തീരട്ടെ ശ്രീ അരുൺകുമാർ, ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾ ഒരു വിഷലിപ്തമായ സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇപ്പൊ നിങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഫാക്ച്വൽ ആയിട്ട് ഒരൊറ്റ മഴയിലാണ് വെള്ളം കെട്ടുന്നത് എന്ന് പറയുന്ന മാധ്യമ വിമർശനം ശരിയല്ല. ഒരു മഴയല്ല, അതൊരു ലഘു മേഘവിസ്ഫോടനമാണ് എന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് ഞാൻ ആ വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യം നമ്മളുടെ മൺസൂൺ കാലത്തൊരു സ്വാഭാവികമായ പ്രക്രിയയെ മാറി എന്ന് ക്രിസാറ്റിന്റെ പഠനത്തിലുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഒരു പെട്ടെന്ന് പ്രത്യേക നിങ്ങൾ കനാൽ ക്ലീനിങ് നടത്തണ്ടേ? കനാൽ ക്ലീനിങ്ങുകൾ നടത്തണ്ടേ? കൃത്യമായിട്ട് കനാൽ ക്ലീനിങ്ങിലേക്ക് മാറല്ലേ? പ്രധാന വിഷയമാണ് കൊച്ചി നഗരത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടന്നതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ കാര്യത്തിൽ കേൾക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ അസ്വസ്ഥനാവുകയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് സമയപരിമിതിയുണ്ട്. താങ്കൾക്ക് മേഘവിസ്ഫോടനത്തിന്റെ മണ്ടയ്ക്ക് കൊണ്ടിടുമ്പോൾ മേഘവിസ്ഫോടനങ്ങൾ തുടർച്ചയായി മാറുമ്പോൾ കൊച്ചി ഇരുത്തിയിട്ട് ഞാൻ എന്റെ വിലപ്പെട്ട അരുൺകുമാർ, നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ നടത്തിയ വിമർശനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിങ്ങളൊരു തെറ്റായ നരേറ്റീവ് കേരളത്തെ സംബന്ധിച്ചും കൊച്ചിയെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും കൊണ്ടുവരുന്നത് ശരിയല്ല. ഒന്ന്. രണ്ട്, സാധാരണഗതിയിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം പരിപൂർണമായും നടത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മെയ് മാസം സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രായോഗികമായി എല്ലാ നഗരസഭകൾക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പ്രയാസത്തിന്റെ കാരണം ഡോക്ടർ എൽകുമാർ, എന്താണ് അതിന്റെ കാരണം? നിങ്ങൾക്ക് പിന്നെ എന്താണ് പണി അനിൽകുമാർ? കേൾക്കാൻ ഇപ്പത്തൊരു മീഡിയ നോക്കൂ മന്ത്രി പി രാജീവ് പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണം അവതാളത്തിലായി എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ പറയുന്നു മഴക്കാല പൂർവ്വ ശുചീകരണം കുഴപ്പത്തിലായി. അതിന് കാരണം ഞാൻ മ്യൂച്വൽ റെസ്പെക്റ്റിൽ അങ്ങോട്ടും സംസാരിക്കണം മിസ്റ്റർ അരുൺകുമാർ. ഞാൻ അങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് എന്നെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന ആത്മാർത്ഥമായ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ എന്തും വിളിച്ചു പറയുന്ന ഒരു സ്ഥലമല്ല മീഡിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പണിയെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്റെ പണി മുഴുവൻ വിശദീകരിക്കണോ? ഞാൻ ആത്മാർത്ഥമായി ജോലി കൊച്ചി കോർപ്പറേഷന്റെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വീഴ്ച വന്നതിന് സമ്മതിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി ചോദ്യമുണ്ടാവും. ഇതല്ലാതെ അതിന് കാരണം എന്താണ്? അരുൺകുമാർ
ഇതിന് കാരണം എന്താണ് എന്ന ചോദ്യമേ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. എന്താണ് പണിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യത്തോട് ഞാൻ അസ്വസ്ഥനാകും. കാരണം നിങ്ങൾ എന്റെ പണി എന്താണെന്ന് ചോദിക്കുകയല്ല. നിങ്ങൾ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നോട് പോസ്റ്റ് ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ട ആളുടെ പണി എന്താണെന്ന് ചോദിക്കലല്ലാതെ എന്റെ പണി എന്താണ് താങ്കൾ അങ്ങ് പറയൂ. താങ്കൾ പറയൂ എന്റെ ജോലി എന്താണ്. ഒരു ജനപ്രതിനിധിയോട് നിങ്ങളുടെ പണി എന്താണ് എന്ന് ചോദിക്കലല്ലാതെ ഒരു മാധ്യമ പ്രവർത്തകന്റെ പണി എന്താണ് താങ്കൾ പറയൂ. എന്റെ പണി എന്താണ് എന്ന് അരുൺകുമാറിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. താങ്കൾ എന്നെ ബോധ്യപ്പെടുത്തണ്ട. താങ്കൾ തെരഞ്ഞെടുത്തവരെ ബോധ്യപ്പെടുത്തിയാൽ മതി അനിൽകുമാർ. താങ്കൾ തെരഞ്ഞെടുത്ത കോർപ്പറേഷനിലെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഒരു മഴക്കാലം വരുന്നു എന്നത് തിരിച്ചറിയാതെയല്ല അനിൽകുമാർ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. മെയ്യിൽ മഴക്കാലം വരുന്നു, ഇതാ മേഘസ്ഫോടനം ഉണ്ടാവുന്നു, അതറിയാതെയല്ല അനിൽകുമാർ എഴുന്നേറ്റ് പോയി. ഇതാണ് കോർപ്പറേഷനിൽ സംഭവിക്കുന്നത്. എന്താണ് ഒരു മഴക്കാലം വരുന്നു, മഴക്കാലം വരുന്നതിന് മുൻപ് എന്താണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഒരു തദ്ദേശ സ്ഥാപനം ചെയ്യേണ്ടത് എന്ന് ബോധ്യമുള്ളവരാവണം ജനപ്രതിനിധികളായി അവിടെ ഇരിക്കേണ്ടത്. അത്രമാത്രമേ സൂചിപ്പിച്ചുള്ളൂ. അത് ചോദിക്കലാണ് മാധ്യമ പ്രവർത്തനം എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അനിൽകുമാറിന് എന്ത് തോന്നിയാലും ശരി. ചർച്ചയിൽ ഡോക്ടർ ജയശ്രീ അവസരം എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരൊറ്റ വാചകത്തിൽ അങ്ങേക്ക് പറയാം, കോഴിക്കോട് സജ്ജമായോ? സജ്ജമാണ്, തികച്ചും സജ്ജമാണ്. കാരണം നേരത്തെ തന്നെ വാർഡ് തലത്തിൽ സാനിറ്റേഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്ത് എല്ലാ ഓടകളുടെയും എസ്റ്റിമേറ്റ് എടുത്ത് പണം ഞങ്ങൾ 75 വാർഡിലേക്കും സാങ്ഷനാക്കിയിട്ടുണ്ട്. എൻജിനീയേഴ്സ് എടുത്ത എസ്റ്റിമേറ്റിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ നഗരത്തിൽ വെള്ളക്കെട്ട് പ്രത്യേകമായിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകം ഈ വാർഡ് തലത്തിൽ കൊടുക്കുന്ന എമൗണ്ട് കൂടാതെ പൈസ കൊടുത്തുകൊണ്ട് മഞ്ചക്കൽ തോട്, നമ്മുടെ മാനാഞ്ചിറ പോലെയുള്ള സ്ഥലങ്ങൾ, വലിയങ്ങാടി പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് എൻജിനീയേഴ്സിനെ വെച്ചുകൊണ്ട് ഓടകളൊക്കെ മണ്ണ് വന്നെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യാനുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്. അനിൽകുമാർ, തിരുമല അനിൽ. സമയത്തിന് പരിമിതിയുണ്ട്. ഡോക്ടർ എസ് അഭിഷേക് ചർച്ചയിൽ ചേർന്നതിന്. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ എന്തു ചെയ്തു, വീഴ്ച വരുത്തി എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ അനിൽകുമാറിന്റെ മറുപടി നിങ്ങൾ കേട്ടത്. ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ പോലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയറെ നമ്മൾ ക്ഷണിച്ചിരുന്നുവെങ്കിലും അവർ ഈ ചർച്ചയിൽ പങ്കെടുത്തതേയില്ല. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ.